സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഏറെ ദിവസമായി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഈ അടുത്ത കാലത്ത് കൂടുതലായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്ന വിഷയവും മതവും ജാതിയും ഒപ്പം തന്നെ ഈ RSകാരുടെ സംഘപരിവാരുടെ ഈ കുരുത്തക്കേടുകളും അവരെങ്ങനെയെങ്കിലും കേരളം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഹിന്ദുക്കളുടെ മാത്രമായിട്ടുള്ള ചില ആഘോഷങ്ങൾ കൊണ്ടുവരുന്ന ശ്രമങ്ങളൊക്കെ ആയിരുന്നു. അതിനെ ഒരു ഹിന്ദുവിനെ സ്നേഹിക്കുന്ന ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് ഞാൻ എതിർക്കേണ്ടതുണ്ട് എന്ന് കഴിഞ്ഞാൽ പലപ്പോഴും അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോസിലൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ ജീവിക്കേണ്ടത് മതമല്ല പ്രശ്നം എന്ന് തന്നെയാണ് ഞാൻ ഇനിയും വിശ്വസിച്ച് പോകുന്നത് കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ഒരു ചിത്രം നിങ്ങൾക്ക് ഇടതുവശത്തോ വലതുവശത്തോ എവിടെയെങ്കിലും കാണാൻ സാധിക്കും. സ്പേസിൽ കൊടുത്ത് ഞാൻ ആ ചിത്രം അവിടെ പേസ്റ്റ് ചെയ്യാം. ആ ഒരു ചിത്രം പേസ്റ്റ് ചെയ്യുന്നതിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിപ്പോയി. രണ്ട് ചിത്രമുണ്ട്. ഒന്ന്, അടൂർ ഗോപാലകൃഷ്ണൻ പദയാത്ര എന്ന പേരിൽ മമ്മൂക്ക ഒരു പഴയ വീടുകളുടെ ഇടയിൽ കൂടി നടന്നു വരുന്ന ഒരു ചിത്രമുണ്ട്. ഇതൊരു AI ക്രിയേറ്റഡ് ചിത്രമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. AI ക്രിയേറ്റഡ് ചിത്രമാണെങ്കിലും അല്ലെങ്കിലും ഇതിലൊരു രസകരമായ സംഭവമുണ്ട്. മമ്മൂട്ടിയുടെ വേഷമായിരുന്നു ഇതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. ഒരു സാധാരണത്തെ പോലെ ഒരു മുണ്ട് ധരിച്ച് കയ്യിൽ വാച്ചോ മറ്റൊന്നുമില്ല, അങ്ങനെ വില കൂടിയ എന്തെങ്കിലും ധരിച്ചു വരുന്ന ഒരാളല്ല. സാധാരണത്തെ ഒരു ചപ്പൽ തന്നെയാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. മുടിയൊക്കെ ഒരു നോർമൽ സ്റ്റൈലിൽ ചീകി കിടക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. പക്ഷെ കയ്യിലേക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിപ്പോയത്. കയ്യിൽ അദ്ദേഹം കരുതിയിരിക്കുന്നത് ഒരു പുസ്തകമാണ്. ആ പുസ്തകം മള്ളിയൂരിന്റെ ഒരു പുസ്തകമാണ്. ഈ മള്ളിയൂര് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭാഗവതത്തെ കുറിച്ചിട്ടൊക്കെ ഗംഭീരമായിട്ട് സംസാരിക്കുകയും മറ്റും പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു. അപ്പോ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു ജീവിതം ദർശനം എന്ന് പറയുന്ന അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പോ മള്ളിയൂരിന്റെ ആ ഒരു പുസ്തകം കയ്യിൽ വെക്കുക മാത്രമല്ല, തൊട്ടടുത്ത് വേറെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൈകൾ എന്ന് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ കാര്യം, പിന്നെ അതിന്റെ തൊട്ടു പുറകിലുള്ളത് ചിത്രങ്ങളല്ല, അത് ഒരു സെറ്റ് മുണ്ടെന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ കസവ് മുണ്ട്, അതുപോലത്തെ എന്തൊരു മുണ്ടാണ് കയ്യിലുള്ളത് എന്ന് തോന്നിപ്പോകുന്നു. അത് രണ്ടും പിടിച്ചിട്ട് നടന്നു വരുന്ന ആ ഒരു മനുഷ്യനെ വളരെയധികം സ്നേഹത്തോടെ ഭവ്യതയോടെ വേറൊരു മനുഷ്യൻ കണ്ടുമുട്ടുന്നു. അയാളാണെങ്കിൽ ധരിച്ചിട്ടുള്ള ഒരു കടും കാവിയാണോ ചോപ്പാണോ എന്ന് അറിയാത്തൊരു ഡ്രസ്സാണ്. ആ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന മനുഷ്യൻ മമ്മൂട്ടിയുടെ കൈ പിടിച്ചിട്ട് എന്തോ പറയുന്നുണ്ട്. അയാളുടെ കൈകളിലാണെങ്കിൽ ഈ നല്ല ചരടുകളൊക്കെ കാണാനുണ്ട്. ഏതോ സംതിങ് ലൈക്ക് ഭയങ്കരമായിട്ട് വിശ്വാസിയും മറ്റുമായി പോയ ഏതൊരു മനുഷ്യനാണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. അയാള് മമ്മൂട്ടിയുടെ കൈ പിടിച്ചിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. മമ്മൂക്കയാണെങ്കിൽ സാധാരണ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ചിത്രം ഞാൻ ചുമ്മാ AI ചോദിച്ചു, അല്ലടോ നിങ്ങൾക്ക് എന്ത് തോന്നിപ്പോകുന്നു എന്ന് ചോദിച്ച സമയത്ത് AI പറഞ്ഞൊരു ഉത്തരം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മമ്മൂക്കയുടെ വേഷത്തെ കുറിച്ചിട്ടായിരുന്നു. ഒരു സാധാരണക്കാരൻ ധരിക്കുന്ന ഒരു വേഷമാണ് മമ്മൂട്ടി ഇതിൽ ധരിച്ചിട്ടുള്ളത്, അതിസാധാരണക്കാരൻ. അങ്ങനെയാണെങ്കിൽ ഈ പദയാത്ര എന്ന് പറയുന്ന ചിത്രത്തിന്റെ പോസ്റ്ററാണ് ഇത് എങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട രീതികളാണ് ഇത് എങ്കിൽ, ഇതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഒരു സാധാരണ വേഷമായിരിക്കും മമ്മൂക്ക ചെയ്യുക, ഒരു സംശയമില്ല. അടൂർ ഗോപാലകൃഷ്ണനാണ് സിനിമ എടുക്കുന്നതെങ്കിൽ അതുവരെ കാണാത്ത, അതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു സിനിമ മുമ്പിലേക്ക് എത്തുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഒപ്പം തന്നെ അഭിനയ സാധ്യതയുള്ള ഒരു വേഷം കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കുക. അദ്ദേഹത്തിന് വിധേയ എന്ന് പറഞ്ഞ സിനിമയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, മതിലുകൾ, ആ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഗംഭീരമായിട്ടാണ് മമ്മൂട്ടിയെ കൊണ്ട് പെർഫോം ചെയ്യിക്കുക എന്നുള്ളതാണ്. വിധേയനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് മമ്മൂട്ടി ഈ നെഗറ്റീവ് വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ആഘോഷിക്കപ്പെടുന്നത്. ഈ അടുത്ത കാലത്തൊരു ഗംഭീര നെഗറ്റീവ് വേഷം കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിരുന്നു. ഒരു സീരിയൽ കില്ലർ ആയിരുന്നു. അപ്പൊ ആ സീരിയൽ കില്ലർ വേഷമൊക്കെ ചെയ്യാൻ മമ്മൂട്ടി തയ്യാറാകുന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ ബോളിവുഡിലൊക്കെ ഗംഭീര സംസാരം. അയ്യോ, മമ്മൂട്ടി ഹാസ് ഡൺ ഇറ്റ്, വാട്ട് എ പേഴ്സൺ ഹി ഈസ്, എന്തൊരു ധൈര്യമാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ സിനിമ ചെയ്യാൻ, ബിക്കോസ് ഹി ഈസ് എൻ ഫൈനസ്റ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീര വർത്തമാനമായിരുന്നു. അദ്ദേഹം ഒരു ഗംഭീര ആക്ടറാണ്, അതിൽ എന്ത് ധൈര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബോളിവുഡിൽ ഒരു നടൻ പോലും ഇങ്ങനെ ചെയ്യില്ല, അവർക്ക് അതിനുള്ള കറേജ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി അങ്ങോട്ട് പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്റർവ്യൂസിൽ മുഴുവൻ. അതൊക്കെ കണ്ട സമയത്ത് എനിക്ക് തോന്നിപ്പോയത്, ചേട്ടാ ഇവന്മാര് മമ്മൂട്ടിയെ പറ്റിയിട്ട് വലിയ പിടുത്തൊന്നുമില്ലല്ലോ, ഈ ചെങ്ങായിമാര് മമ്മൂട്ടിയെ പറ്റിയിട്ട് നേരം പോലെ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ തോന്നാനുള്ള കാരണമുള്ളത് അത് വിധേയൻ എന്ന് പറഞ്ഞ സിനിമയാണ്. വിധേയൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം.
എങ്ങനെ പറയാൻ കാരണം എന്താണ് വില്ലനിസം എന്ന് അതിലുണ്ട്. എന്താണ് വില്ലനിസം എന്ന് മാത്രമല്ല, എപ്പോഴാണ് നമ്മൾ അടിമയാക്കി വെച്ച ആളുകളുടെ മുമ്പിൽ പോലും നമ്മളൊരു അടിമയായിട്ട് മാറുക എന്ന് പറയുന്ന, വിധേയനായിട്ട് മാറുക, വിധേയപ്പെടുക, മറ്റുള്ളവർക്ക് അടിമയാക്കപ്പെടുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതൊക്കെ എത്ര രസകരമായിട്ടാണ് മമ്മൂട്ടി ചെയ്തു വെച്ചതെന്ന് അറിയാം. മമ്മൂട്ടി അതിലൊരു തെലുങ്കനാണ്, ഹാഫ് തെലുങ്കൻ ഹാഫ് മലയാളി ആയിട്ടാണ്. അതിലത്തെ സംഭാഷണം പോലും ഭയങ്കര രസകരമാണ്. അതിക്രൂരനാണ്. വഴിക്ക് അയാൾക്ക് ഇഷ്ടമുള്ളൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ആ പെണ്ണിനെ ഉപയോഗിച്ചിരിക്കും, ലൈംഗികമായിട്ട് ഉപയോഗിച്ചിരിക്കും, ഒരു സംശയമില്ല. തൻ്റെ ഒപ്പം നടക്കുന്ന ഒരുവനെ നീ പറമ്പിലെവിടെയും പോയി നിൽക്ക്, ഞാൻ നിന്റെ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പോയിട്ട് ആ പെണ്ണുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരുത്തനാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരുവനെ തൻ്റെ കയ്യിലുള്ള തോക്ക് കൊണ്ട് വെടിവെച്ച് വീഴ്ത്താൻ ഒരു മടിയില്ലാത്തൊരുത്തനാണ്. സ്വന്തം ഭാര്യ എങ്ങനെയും കൊന്നു കളയണം, ഒഴിവാക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ചെയ്ത ഒരാളാണ്. ഭാര്യയെ അങ്ങനെ കൊന്നു കളഞ്ഞ ഒരാൾ കൂടിയാണ്. അബദ്ധത്തിൽ വെടിയേറ്റു മരിച്ചു എന്ന രീതിയിലൊക്കെ വെടിവെച്ച് കൊന്നു കളഞ്ഞ ഒരാളാണ്. അത്രയ്ക്ക് ക്രൂരതയാണ്, അതിഭീകരമായിട്ടാണ് അത്തരം കഥാപാത്രങ്ങളൊക്കെ ഈ ചെങ്ങാതി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളത്. അത് അടൂർ ഗോപാലകൃഷ്ണന്റെ ചിത്രമാണ്. ഒരു മടിയും കൂടാതെ അടൂർ ഗോപാലകൃഷ്ണന്റെ ആ സിനിമയിൽ അങ്ങനത്തെ ഒരു വേഷം ചെയ്യാൻ അന്നേ തയ്യാറായിരുന്നു മമ്മൂട്ടി എന്നർത്ഥം. നിങ്ങൾ മനസ്സിലാക്കണം, അന്നേ തയ്യാറായിരുന്നു. അല്ലാതെ ഈ അടുത്ത കാലത്ത് വളരെ ധൈര്യപൂർവ്വം ഞാനിതാ വലിയ നെഗറ്റീവ് വേഷങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു, അത് ഞാൻ എൻ്റെ കമ്പനി ഉണ്ടാക്കിയതുകൊണ്ടാണ് അങ്ങനത്തെ നെഗറ്റീവ് വേഷങ്ങളൊക്കെ ചെയ്യുന്നത്, അങ്ങനെയല്ല. ഈ ചെങ്ങാതി ഇത് എന്നോ തുടങ്ങിയതാണ്. ഇത് ഇത്തരം നെഗറ്റീവ് വേഷങ്ങളൊക്കെ ചെയ്യാൻ എന്നോ തുടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. അത് വിധേയ എന്ന് പറയുന്ന ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു വെച്ചത്, ഇപ്പോഴീ പുകഴ്ത്തുന്നൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പുകഴ്ത്തലൊക്കെ തുടങ്ങേണ്ട ഒന്നായിരുന്നു എന്നാണ്. എന്നാൽ സംഗതി അവിടെ കിടക്കട്ടെ. ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ പദയാത്ര എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ചിത്രങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഭയങ്കര സോക്കോള് വിശ്വാസിയായിട്ടുള്ള ഒരു ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള ഒരാള്, അയാളുടെ ഭാഗവത വർത്തമാനവുമായിട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുസ്തക സ്നേഹിയായിട്ടുള്ളൊരു മനുഷ്യൻ, നാട്ടിലെല്ലാവരും അറിയപ്പെടുന്ന മാന്യനായിട്ടൊരു മനുഷ്യൻ, ഭാഗവത വായനയും മറ്റൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളുടെ, അല്ലെങ്കിൽ ഇത്തരം ആധ്യാത്മിക കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനും വായിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള, അല്ലെങ്കിൽ വായനശാലയുമായി ബന്ധപ്പെട്ടൊരു മനുഷ്യൻ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇത്തരമുള്ളൊരു വേഷമായിരിക്കണം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ അത് വെറുതെ അത്ര വേഷം പുറമേക്ക് മാത്രമായിരിക്കാം, ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ചു വെക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നിപ്പോകുന്നത്. എന്തായാലും ബാക്കി സിനിമ ഇറങ്ങട്ടല്ലേ. ബൈ.